വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. UPSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പം കേരളത്തിലെ 14 ജില്ലകളിൽ 5 ജില്ലകളിലെ 1-ാം റാങ്കുകളും 4 2-ാം റാങ്കുകളും ആദ്യ 10-നകത്തും 100-നകത്തും നിരവധി ഉദ്യോഗാർത്ഥികളാണ് അവരുടെ റാങ്കുകൾ സ്നേഹത്തോടെ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേയധികം പേര് അവരുടെ റാങ്കുകൾ അറിയിക്കാനുണ്ട്. അത്രയധികം അധ്വാനിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു റാങ്കിൽ എത്തിച്ചേരാൻ വേണ്ടി. നിങ്ങളുടെ വിജയം ഞങ്ങളോടൊപ്പം നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ കൂടെ നിന്നു അല്ലേ, ഒന്നുകിൽ യൂട്യൂബ് ചാനലായിട്ട്, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂ ബാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് ബാച്ച് ആയാലും, അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടായിരിക്കും. നിങ്ങളുടെ ഏത് വിധേനയായാലും ഞങ്ങളാൽ പറ്റുന്ന ഹെൽപ്പുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സുകളായാലും, സൈക്കോളജി ക്ലാസ്സുകളായാലും, GK റിവിഷൻ ക്ലാസ്സുകളായാലും, ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ വിജയത്തിൽ ഞങ്ങൾ ഏതെങ്കിലും വിധേനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങളെ അറിയിച്ചിരിക്കണം. ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾ ഏറ്റവും മികച്ച ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകാൻ പോവുകയാണ്. ഏറ്റവും നല്ല റാങ്ക് നേടി നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒത്തിരി പൂവണിയാൻ പോവുകയാണ് അല്ലേ. കുറേ പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നുകിൽ TTCയോ BEdോ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചുമ്മാ സർട്ടിഫിക്കറ്റ് വെക്കാൻ വേണ്ടിയല്ല, ഏറ്റവും നല്ലൊരു ഗവൺമെന്റ് ജോലി നേടണം. അതും കഷ്ടപ്പെട്ട് എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിന്റെ വിജയം നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു മധുര പ്രതികാരമാണ്. കുറേയധികം പേര് കളിയാക്കിയിട്ടുണ്ടായിരിക്കും. കുറേ നാളുകൊണ്ട് ഇരുന്ന് മെനക്കെട്ട് പഠിക്കുന്നുണ്ട്, കിട്ടുമോ എന്ന് ചോദിച്ചു കാണും. ഇപ്പൊ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് കാണും. ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് വരെ ടെൻഷൻ അടിച്ച് കാണും അല്ലെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നോ അതിനെക്കുറിച്ച് ടെൻഷനായി കാണും. ഇപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ ഇന്ന് വരും, നാളെ വരും, ഇന്ന് വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ റാങ്ക് വന്നപ്പം നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച റാങ്ക് എത്തിച്ചേർന്ന് കാണും. ചിലവർ ഇച്ചിരി താന്ന് കാണും, കുഴപ്പമൊന്നുമില്ല. ഇതല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് അത് തന്നെ കിട്ടുമെന്ന് വയ്ക്കുക. കാരണം എത്രയോ പേര് എഴുതിയതിലാണ് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നത്. അതുമാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. നിങ്ങൾ അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ചിരി താന്ന് പോയെന്നും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വരരുത്. ഇത്രയും പേരുമായിട്ട് മത്സരിച്ചിട്ട് നിങ്ങൾ അവിടം വരെ എത്തിയില്ലേ, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനിയും അവസരങ്ങൾ ഇഷ്ടം പോലെ വരികയാണ്. പിന്നെ ഏറ്റവും നല്ല റാങ്ക് നേടിയ കുറേ പേരുണ്ട്, സേഫ് സോണിൽ എത്തിയവർ. അവരൊക്കെ സന്തോഷിക്കുക. ബന്ധുക്കളുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും ഒക്കെ നിങ്ങൾ പറയുക. നിങ്ങൾ അഭിമാനത്തോടെ പറയണം. കാരണം എന്താ, നിങ്ങൾ ഒരു സമയത്ത് അവർ കളിച്ച് ചിരിച്ച് സുഖിച്ച് നടക്കുന്ന സമയത്ത് ഊണും ഉറക്കവും ഇല്ലാന്നല്ല, ഒരുവിധം അതെല്ലാം ഒന്ന് കുറച്ച്, ആഘോഷങ്ങൾ കുറച്ചു, സന്തോഷങ്ങൾ കുറച്ചു, ഇതെല്ലാം കുറച്ചിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് സിലബസ് കൃത്യമായിട്ട് പഠിച്ചു അല്ലേ. സ്റ്റഡി ബേസ്ഡ് എൻട്രി അത്രമാത്രം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ സാറുമാരും പരീക്ഷ വരെ നിങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട്. പല ഗോൾഡ് ബാച്ചിലെ കുട്ടികളും പറയാറുണ്ട്, പല യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ നല്ലതായിരുന്നു, സൈക്കോളജി ക്ലാസ് നല്ലതായിരുന്നു, ഇംഗ്ലീഷ് ക്ലാസ് നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെ ഒത്തിരി ഓരോ സാറുമാരെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്തിനാണ്? നിങ്ങളുടെ ഓരോ വിജയം കാണാനാണ്. ആ വിജയം നിങ്ങൾ അറിയിക്കുന്നത് കേൾക്കാനുമാണ്. അത്രമാത്രം സന്തോഷമാണ്. ഓരോരുത്തരോടും പറയുകയാണ്, ഈ വിജയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു പരിധി വരെ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നത് 40% ഉള്ളൂ. ബാക്കി 60% നിങ്ങൾ കറക്റ്റ് സിലബസ് അനുസരിച്ച് പൂർത്തീകരിച്ച് പഠിച്ചത് കൊണ്ടാണ്, പല തവണ റിവിഷൻ നടത്തിയത് കൊണ്ടാണ്. ഓരോരുത്തരോടും പറയാനുള്ള എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിജയം ഞങ്ങളെ അറിയിക്കണം. ആ വിജയം ഞങ്ങളോടൊപ്പം നിങ്ങൾ പങ്കിടണം. കാരണം എന്താ, ഇത് കാണാനാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചില്ലേ, കുറേ റിവിഷൻ നടത്തിയില്ലേ. അപ്പോൾ ആ വിജയം ഞങ്ങളോടൊപ്പം കുറച്ച് നേരം നിങ്ങൾ പങ്കിടണം. നിങ്ങളുടെ വിജയം ഞങ്ങളെ അറിയിച്ചിരിക്കണം. അത് മാത്രമേ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു പ്രിയപ്പെട്ട ചേട്ടൻ എന്ന നിലയിലും ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ഏതെങ്കിലും വിധേന നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ യൂട്യൂബ് ആവാം, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് എടുത്തവരാണോ, അല്ലെങ്കിൽ ഗോൾഡ് എടുത്തവരാണോ, ഇന്റർവ്യൂ ബാച്ചിൽ പഠിച്ചവരാണോ, മോട്ടിവേഷൻ കേട്ടവരാണോ, അവരൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ഈ വിജയം ഞങ്ങളെ അറിയിക്കുക. ഈ വിജയം അറിയിക്കാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ കാണും, അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഈ വിജയം ആഘോഷിക്കും. അപ്പോൾ അറിയിക്കില്ലേ. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നിങ്ങളുടെ വിജയം കാണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.